ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യുന്നത്. അതിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്. ആദ്യത്തെ ചോദ്യം: ഒരു സമചതുരത്തിൻ്റെ വശങ്ങൾ എല്ലാം 8 സെൻറ്റിമീറ്റർ വീതം വർദ്ധിപ്പിച്ചപ്പോൾ പരപ്പളവ് 1225 ചതുര സെൻറ്റിമീറ്റർ ആയി. ചെറിയ സമചതുരത്തിൻ്റെ വശം എക്സ് എന്നെടുത്ത് ഒരു സമവാക്യം രൂപീകരിക്കുക. ചെറിയ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം കാണുക. വലിയ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം കാണുക. When the sides of a square are increased by 8 centimeter each, its area becomes 1225 square centimeter. Frame an equation using the above data by taking the side of the smaller square as x centimeter. Find the sides of the both square. ഒരു സമചതുരത്തിൻ്റെ വശങ്ങൾ എല്ലാം 8 സെൻറ്റിമീറ്റർ വീതം വർദ്ധിപ്പിച്ചപ്പോൾ, അപ്പോൾ ഒരു സമചതുരമുണ്ട്, അതിൻ്റെ ഒരു വശം എക്സ് സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഒരു വശം എക്സ് സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഈ സമചതുരത്തിൻ്റെ എല്ലാ വശങ്ങളും 8 സെൻറ്റിമീറ്റർ വർദ്ധിപ്പിച്ചു. ഒരു സമചതുരത്തിൻ്റെ എല്ലാ വശങ്ങളും 8 സെൻറ്റിമീറ്റർ വർദ്ധിപ്പിച്ചപ്പോൾ, അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന സമചതുരം എക്സ് സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ 8 സെൻറ്റിമീറ്റർ വർദ്ധിപ്പിച്ചു പറഞ്ഞാൽ അത് എക്സ് പ്ലസ് 8 ആയിട്ട് മാറും. എക്സ് പ്ലസ് 8 അങ്ങനെ വർദ്ധിച്ചപ്പോൾ പരപ്പളവ് ഏരിയ എത്രയായി? ഏരിയ 1225ആയി. അപ്പോൾ ഏരിയ 1225 ഇതിൻ്റെത്. ഓക്കെ, അപ്പോൾ ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് ഏരിയ എങ്ങനെയാണ് കണ്ടെത്തുക നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്? സൈഡിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. അതായത് എക്സ് പ്ലസ് 8ൻ്റെ സ്ക്വയർ. ഇത് ഈ ഏരിയ, ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ ആണ്. ഈ സ്ക്വയറിൻ്റെ ഏരിയ ആണിത്. ഓക്കെ, അപ്പോൾ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് 1225. അപ്പോൾ ഇവിടുന്ന് എക്സ് പ്ലസ് 8 കിട്ടാൻ ഒരു പണിയില്ല. ഇനി ഇതിൻ്റെ റൂട്ട് എടുത്താൽ മതി. 1225ൻ്റെ റൂട്ട് എടുത്താൽ മതി. ദെൻ എക്സ് പ്ലസ് 8 സമം ഇങ്ങനെ 1225ൻ്റെ റൂട്ട് കാണുക. 30ൻ്റെ സ്ക്വയർ എത്രയാ? 900 ആണ്. 40ൻ്റെ സ്ക്വയറോ 1600. അപ്പോൾ ഈ രണ്ട് സംഖ്യേൻ്റെ ഇടക്കാണ് ഇപ്പോൾ ഇതുള്ളത്. 5 വരുന്നുമുണ്ട്. അപ്പോൾ മിക്കവാറും 35 തന്നെ ആയിരിക്കും. ഒന്ന് ഗുണിച്ച് നോക്കാം. 5 25 2 5 17 5 15 1 3 9 10. ശരിയാണോ? 5 2 2 1. ഓക്കെ, 1225 തന്നെ വരും. അതുകൊണ്ട് അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 35ആണ്. അപ്പോൾ എക്സ് കിട്ടാൻ സമം 35. ഈ പ്ലസ് 8 ഇങ്ങോട്ട് മാറ്റിയാൽ മതി. അപ്പം -8 ആകും. അപ്പോൾ എത്ര കിട്ടുക? 27 എന്നാണ് കിട്ടുക. 27 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ആദ്യത്തെ സമചതുരത്തിൻ്റെ ഒരു വശമാണ്. അപ്പോൾ അത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഒരു ചെറിയ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ലെങ്ത് of the smaller square equal to 27 centimeter അല്ലെങ്കിൽ side of the smaller. ഓക്കെ, then പിന്നെന്താ? വലിയ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എന്ത്? ഓക്കെ, and the side of the bigger square
ചെറുതിൻ്റെ 27 അല്ലേ, അതിനേക്കാൾ 8 കൂടുതലാണ് വലുതിൻ്റെ. അപ്പോൾ 8 കൂട്ടിയാൽ മതി. 27 + 8 എത്രയാ? 35 സെൻറ്റിമീറ്റർ. ഇതാണെന്ത്? ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നു, ഒന്നാമത്തിൻ്റെ ഉത്തരം. ഇനി രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: 2 അതിസംഖ്യകളുടെ വ്യത്യാസം 6 ആണ്. എന്താ അതിസംഖ്യകൾ? പോസിറ്റീവ് നമ്പേഴ്സ്. ഡിഫറൻസ് ഓഫ് 2 പോസിറ്റീവ് നമ്പേഴ്സ് ഈസ് 6. 2 അതിസംഖ്യയുടെ വ്യത്യാസം 6 ആണ്. അവയുടെ ഗുണനഫലം, അതിൻ്റെ പ്രൊഡക്റ്റ്, ആ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് 216 ആണ്, 216. അപ്പോൾ സംഖ്യകൾ ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ രണ്ട് സംഖ്യകൾ അവയുടെ വ്യത്യാസം 6 ആണ്. ഒരു സംഖ്യ എക്സ് ആണെങ്കിൽ അടുത്ത സംഖ്യ എന്തായിരിക്കും? വ്യത്യാസം 6 വരണം, 6. അപ്പോൾ എക്സ് പ്ലസ് 6 എടുത്താൽ മതി, അല്ലെങ്കിൽ എക്സ് മൈനസ് 6 എടുത്താൽ മതി. എക്സ് പ്ലസ് 6 പറ്റും, എക്സ് മൈനസ് 6 പറ്റും. ഓക്കെ. അപ്പോൾ രണ്ട് സംഖ്യകൾ അവ തമ്മിലുള്ള വ്യത്യാസം 6 ആണ്. ഇനി അവയുടെ ഗുണനഫലം 216 ആണ്. അവയുടെ ഗുണനഫലം പറയുമ്പോൾ ഇത് രണ്ടും ഗുണിക്കുക. അങ്ങനെ രണ്ടും ഗുണിച്ച് കഴിഞ്ഞാൽ 216 ആണ് കിട്ടുക. ഇനി ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു എക്സ് 6x സമം 216. ഇനിയോ എക്സ് സ്ക്വയർ പ്ലസ് 6x സമം 216 തന്നെ. ഇതന്നെ എഴുതിയാൽ എനിക്ക് ഇവിടെ ഒരു സംഖ്യ കൂട്ടിക്കൊടുക്കണം, ഇവിടെ ഒരു സംഖ്യയും കൂട്ടിക്കൊടുക്കണം. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ കൂട്ടി കൊടുക്കേണ്ടത്? 6ൻ്റെ പകുതിയായ 3ൻ്റെ സ്ക്വയർ. 3ൻ്റെ സ്ക്വയർ എത്രയാ? 9. അപ്പോൾ ഇവിടെയും 9 കൂട്ടി കൊടുക്കുക. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്കിതിനെ ഹോൾ സ്ക്വയർ ആക്കിയിട്ട് എഴുതാൻ പറ്റും. എക്സ് സ്ക്വയർ ആയതുകൊണ്ട് എക്സ്, ഇവിടെ പ്ലസ് ആയതുകൊണ്ട് പ്ലസ്, 6ൻ്റെ പകുതി 3 സമം 216. 9 കൂട്ടിയാൽ 225. ഓക്കെ. ഇനി എന്താ ചെയ്യുക? എക്സ് പ്ലസ് 3 കാണാൻ പറ്റും നമുക്ക്. ഓക്കെ. ഇവിടെ രണ്ട് സംഖ്യകളാണ് നമുക്ക് എഴുതേണ്ടത്. ഓക്കെ. രണ്ട് അതിസംഖ്യകളാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ മൈനസ് എടുക്കണമെന്നില്ല, പ്ലസ് ഓർ മൈനസ് എടുക്കേണ്ട. റൂട്ട് പോസിറ്റീവ് മാത്രം എടുത്താൽ മതി. 225ൻ്റെ റൂട്ട് എത്രയാണ്? 15 അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് 3 സമം 15. അപ്പോൾ എക്സ് എങ്ങനെ കിട്ടും? 15 ഈ 3 കുറച്ചാൽ മതി. 15 മൈനസ് 3 സമം 12. അതുകൊണ്ട് സംഖ്യകൾ നമ്പേഴ്സ് ആർ ഏതൊക്കെ നമ്പേഴ്സ്? ഒന്ന് 12. അടുത്തതോ എത്ര വ്യത്യാസം? ഒന്ന് എക്സ് ആണ് 12. അപ്പോൾ അടുത്ത നമ്പർ കിട്ടാൻ 6 കൂട്ടിയാൽ മതി. 12 6 18. ഇതാണ് ആ രണ്ട് സംഖ്യകൾ. രണ്ട് അതിസംഖ്യകളാണ്. രണ്ട് അതിസംഖ്യകൾ നമ്മോട് കാണാൻ പറഞ്ഞു. അത് 12ഉം 18ഉമാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം. ഒരു മട്ടത്രികോണത്തിൻ്റെ ഏറ്റവും ചെറിയ വശത്തിൻ്റെ 2 മടങ്ങിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ കുറച്ചതാണ് അതിന് ലംബമായ വശം. 2 മടങ്ങിനോട് 1 സെൻറ്റിമീറ്റർ കൂട്ടിയതാണ് കർണം. ചെറിയ വശം എക്സ് എന്നിടത്ത് അതിന് ലംബമായ വശവും കർണവും എക്സ് ഉപയോഗിച്ച് എഴുതുക. മട്ടത്രികോണത്തിൻ്റെ വശങ്ങൾ കണക്കാക്കുക. ഇൻ എ റൈറ്റ് ട്രയാങ്കിൾ, one of the perpendicular side is 1 less than 2 times the smaller side. Hypotenuse is 1 more than 2 times the same smaller side. By taking the smaller side as x centimeter, write the algebraic expression for the other 2 sides. Compute all the 3 sides of the right triangle. ഓക്കെ. അപ്പോൾ ഇതാണ് ചോദ്യം. ഒരു മട്ടത്രികോണത്തിൻ്റെ കാര്യമാണ് പറയണത്.
റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. അപ്പോൾ ഒരു കോണ് 90 ആയിരിക്കും. ഓക്കെ, ഒരു മട്ടത്രികോണത്തിൻ്റെ ഏറ്റവും ചെറിയ വശം. ഓക്കെ, അപ്പോൾ ചെറിയ വശം, ഏറ്റവും ചെറിയ വശം നമുക്ക് എക്സ് എന്ന് എടുക്കാം. ഏറ്റവും ചെറിയ വശത്തിൻ്റെ 2 മടങ്ങിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ കുറച്ചതാണ് അതിൻ്റെ ലംബമായ വശം. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇതായിരിക്കില്ല ചെറിയ വശം പറയുന്നത്. ഒരു മട്ടത്രികോണത്തിൽ അതിൻ്റെ കർണമാണ്, ഹൈപ്പോട്ടന്യൂസ് ആണ് ഏറ്റവും വലുതുണ്ടാവുക. ഓക്കെ, അപ്പോൾ പിന്നെ ഇതായിരിക്കില്ല, ഇതായിരിക്കും ചെറിയ വശം. നമുക്ക് ഇതെടുക്കാം, എക്സ്. ഈ ത്രികോണത്തിൻ്റെ ഏറ്റവും ചെറിയ വശം നമുക്ക് എക്സ് എന്ന് എടുക്കാം. ഓക്കെ, ചെറിയ വശം എക്സ് എന്നെടുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏറ്റവും ചെറിയ വശത്തിൻ്റെ 2 മടങ്ങിൽ നിന്ന്, ഇതിൻ്റെ 2 മടങ്ങ് പറയുമ്പോൾ 2x, ആ 2 മടങ്ങിൽ നിന്ന് എന്ത് ചെയ്യണം, 1 സെൻറ്റിമീറ്റർ കുറച്ചതാണ്, ഇതിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ കുറച്ചതാണ് അതിൻ്റെ ലംബമായിട്ടുള്ള വശം. ചെറിയ വശത്തിൻ്റെ എന്താണ് 2 മടങ്ങ് പറയുമ്പോൾ 2x, അതിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ കുറച്ചതാണ് ഇതിൻ്റെ ലംബമായിട്ടുള്ള വശം എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയോ 2 മടങ്ങിനോട് 1 സെൻറ്റിമീറ്റർ കൂട്ടിയതാണ് കർണം. ഇതിൻ്റെ 2 മടങ്ങിനോട് 1 സെൻറ്റിമീറ്റർ കൂട്ടിയതാണ് കർണം. ഇതിൻ്റെ 2 മടങ്ങ് പറയുമ്പോൾ 2x, അതിൻ്റെ കൂടെ 1 കൂട്ടിയതാണെന്ന് കർണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചെറിയ വശം എക്സ് എന്നെടുത്ത് അതിന് ലംബമായിട്ടുള്ള വശവും കർണവും എക്സ് ഉപയോഗിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എഴുതി കഴിഞ്ഞു നമ്മൾ. കർണം 2x + 1, ലംബം 2x - 1, ഇതാണ് ചെറിയ വശം എന്ന് പറയുന്നത്. ഇനി ഈ മട്ടത്രികോണത്തിൻ്റെ വശങ്ങൾ കാണണം. അതിന് നമുക്ക് പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിക്കാം. എന്താ പൈതഗോറസ് സിദ്ധാന്തം? പാദം സ്ക്വയർ, അതായത് AB² പ്ലസ് ലംബം സ്ക്വയർ, അതായത് BC² സമം കർണം സ്ക്വയർ, അതായത് AC². AB² ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ഓക്കെ, ഇനി എത്ര AB² പറഞ്ഞാൽ x². BC² പറയുമ്പോൾ 2x - 1ൻ്റെ സ്ക്വയർ സമം AC സ്ക്വയർ, അതായത് 2x + 1ൻ്റെ സ്ക്വയർ. 2x + 1ൻ്റെ സ്ക്വയർ. ഓക്കെ, ഇനി ഈ x² അതേപോലെ ഇവിടെ എഴുതി. ഇതെങ്ങനെയാ? 2x - 1² ചെയ്യുക. ഇതിൻ്റെ സ്ക്വയർ എടുത്താൽ മതിയോ? എന്താ 2xൻ്റെ സ്ക്വയർ? 2ൻ്റെ സ്ക്വയർ 4, എക്സിൻ്റെ സ്ക്വയർ x². പിന്നെ ഈ 1ൻ്റെ സ്ക്വയർ 1 തന്നെയാണ്, അത് മതിയോ? ഇതിൻ്റെ 2ൻ്റെ സ്ക്വയർ മതിയോ? പോരാ, ഒരു -2ab ഉണ്ട്. a - b² ഈക്വൽ ടു a² + b² - 2ab -2ab. 2 ഇൻറ്റു a അറിയണത് 2x ഇൻറ്റു b അറിയണത് 1, -1 അല്ല 1. അപ്പോൾ ഇതിനെയാണ് ഇപ്പോൾ ഇവിടെ നിന്നിട്ട് ഇതുവരെ എഴുതിയത്. ഈക്വൽ ടു ഇതേപോലെ ഇതും ചെയ്യാം. ഇത് തമ്മിൽ എന്തിൻ്റെ വ്യത്യാസമുള്ളത്? ഇവിടെ മൈനസ് വരുന്ന ഇവിടെ പ്ലസ് ആക്കിയാൽ മതി. ആദ്യം ഇതിൻ്റെ സ്ക്വയർ എഴുതുക, അപ്പോൾ 4x². ഇനി 1ൻ്റെ സ്ക്വയർ എഴുതുക, അത് 1 തന്നെയാണ്, പ്ലസ് 2 ഇൻറ്റു a ഇൻറ്റു b. ഇത് a, ഇത് b കേട്ടോ. ഓക്കെ, ദെൻ x² പ്ലസ് 4x². ഇതെത്രയാ? 2 ഇൻറ്റു 2 4x, 4x ആണ്, -4x സമം 4x² പ്ലസ് 1. ഇതെത്രയാ? 2 ഇൻറ്റു 2 4, 4x പ്ലസ് 4x. അപ്പോൾ നമുക്ക് 2 ഭാഗത്തൊരു 4x² കാണാം കേട്ടോ. ഇതും ഇതും.
ഇത് രണ്ടും നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും, കാരണം രണ്ട് ഭാഗത്തും ഒരേപോലെ വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മളൊരു +1 എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്, +1. അതേപോലെ ഈ 1ഉം ഈ 1ഉം നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് മാറ്റാം. ഈ എന്താ ബാക്കിയുള്ളത്? ഇവിടെ ഒരു x² ഉണ്ട്, പിന്നെ ഒരു -4x ഉണ്ട്. ആ ഭാഗത്തോ ഒരു 4x ഉണ്ട്. ബാക്കിയൊക്കെ കട്ട് ചെയ്ത് പോയി, ശരിയല്ലേ? 4x² 4x² പോയി, പിന്നെ 1ഉം 1ഉം പോയി. അപ്പോൾ ഇത് മാത്രമേ ബാക്കിയുള്ളൂ, x² - 4x = 4x. ഓക്കെ, ഇനി ഈ 4xനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ x² - 4x ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ -4x എന്നാവും, = 0. ദെൻ x² -4x എത്രയാ? -8x = 0. ഇവിടെ നമ്മളിത് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ആക്കേണ്ട ആവശ്യമില്ല. അതേപോലെ ഇത് -b + എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ് ആവശ്യമില്ലാത്തത്? ഇവിടെ ഈ കോൺസ്റ്റൻറ്റ് സാധാരണ ഇവിടെ ഒരു +3 +5 അങ്ങനെയൊക്കെ വരാറില്ലേ, അതിവിടെ ഇല്ല. അതുകൊണ്ട് ഇത് ചെയ്യാൻ വളരെ സുഖമാണ്. ഈ 2x നിന്ന് ഇവിടുന്ന് x കോമൺ ആയിട്ട് ഔട്ട് സൈഡ് ചെയ്താൽ, ഇവിടുന്ന് x എടുത്താൽ അവിടെ ഒരു x കൂടി ഉണ്ടാവും, x × x x². ഇവിടുന്ന് x എടുത്താൽ പിന്നെ ഒരു -8 ബാക്കിയുള്ളത്. ഇത് രണ്ടും ഗുണിച്ചാൽ തന്നെ കിട്ടും. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഇത് തന്നെയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഫാക്ടറുകളാക്കിയിട്ട് 2 ആക്കിയിട്ട് എഴുതിയാൽ ഇതിൻ്റെ ഉത്തരം കാണാൻ വളരെ സുഖമാണ്. ഓക്കെ, ഇങ്ങനെ എഴുതിയാൽ മീനിങ് ഇത് രണ്ടും ഗുണിക്കുമ്പോൾ 0 കിട്ടുന്ന, 2 ഗുണിക്കുമ്പോൾ 0 കിട്ടണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇത് 0 ആവണം, അല്ലെങ്കിൽ ഇത് 0 ആവണം. അപ്പോൾ എന്താ മീനിങ്? ഒന്നില്ലെങ്കിൽ x0 അല്ലെങ്കിൽ x - 8 0. പക്ഷേ x 0 ആയാൽ പിന്നെ ഈ ത്രികോണം തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് x 0 അല്ല, ഇത് അല്ല എന്നിങ്ങനെ എഴുതിയാൽ മതി, x ≠ 0. അപ്പോൾ x - 8 0 ഉള്ളൂ. അപ്പോൾ x എത്രയാ? 8 ആണ്. 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ, x = 8 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അതുകൊണ്ട് പിന്നെ ഈ ത്രികോണത്തിൻ്റെ വശങ്ങൾ കാണാൻ ഇനി ഒരു പണിയില്ല. നമുക്ക് ആ ത്രികോണം വരക്കാം. അതിൻ്റെ താഴെ ഭാഗം എത്രയാണ്? 8 സെൻറ്റിമീറ്റർ ആണ്. കാരണം എന്താ? x 8 ആണ്. ഇനി ഇതെങ്ങനെ കിട്ടുക? ഇതിൻ്റെ 2 മടങ്ങിൽ നിന്ന് 1 കുറച്ച്, ഇതിൻ്റെ 2 മടങ്ങാണ് 16 അല്ലേ? 16 നിന്ന് 1 കുറച്ചാൽ 15. ഇതോ ഇതിൻ്റെ 2 മടങ്ങിൻ്റെ കൂടെ 1 കൂട്ടുക, ഇതിൻ്റെ 2 മടങ്ങ് അറിയണത് 16, 16ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 17. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ത്രികോണത്തിൻ്റെ വശങ്ങൾ. ഏതൊക്കെയാ? 8 സെൻറ്റിമീറ്റർ, 15 സെൻറ്റിമീറ്റർ, 17 സെൻറ്റിമീറ്റർ. ഇനി 4ാമത്തെ ചോദ്യം, ചുറ്റളവ് 100 മീറ്ററും, ചുറ്റളവ് പറഞ്ഞാൽ പെരിമീറ്റർ എത്രയാ? 100 മീറ്ററും, പരപ്പളവ് പറഞ്ഞാൽ ഏരിയ എത്രയാ? 60 ചതുരശ്ര സെൻറ്റിമീറ്റർ, ചതുരശ്ര മീറ്റർ. ഓക്കെ, അതായത് മീറ്റർ സ്ക്വയർ ആയ ചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം കാണുക. ഓക്കെ, ഫൈൻഡ് ദ സൈഡ് ഓഫ് എ റെക്റ്റാങ്കിൾ whose perimeter is 100 meter and area 600 square meters. അപ്പോൾ ഇവിടെ പെരിമീറ്റർ, അതായത് ചുറ്റളവ് 100 മീറ്റർ ആയിരിക്കണം. അതുപോലെ തന്നെ ഏരിയ, പരപ്പളവ് 60 മീറ്റർ സ്ക്വയർ ആയ ചതുരത്തിൻ്റെ വശങ്ങളുടെ നീളമാണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ പെരിമീറ്റർ ചുറ്റളവ്, ഈ ചുറ്റളവ് സാധാരണ കാണുന്നത് 2 × L + B എന്നാണ്. എങ്ങനെ ചുറ്റളവ് കാണാം? നീളം വീതിയും കൂട്ടുക, നീളം വീതിയും കൂട്ടുക, എന്നിട്ട് അതിൻ്റെ ഇരട്ടി എടുത്താൽ മതി, ശരിയല്ലേ? ഓക്കെ,
ആ ചുറ്റളവ് നമുക്ക് തന്നിട്ടുണ്ട് 100 ഓക്കെ, ചുറ്റളവ് 100 എന്ന് തന്നിട്ടുണ്ട്. ഇനി ഈ 2 ഇങ്ങോട്ട് പോയാൽ L+B സമം 100/2 എന്ന് കിട്ടും. അത് 50 ആണ്. അപ്പോൾ ഈ ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും കൂട്ടിയ 50 കിട്ടുക, 50 കിട്ടുക. ഓക്കെ, അപ്പോൾ നീളവും വീതിയും കൂട്ടിയ 50 അപ്പോൾ നമുക്ക് ചതുരം വെറുതെ ഒന്ന് വരച്ചു നോക്കാം. ഇതിൻ്റെ നീളം വീതിയും കൂട്ടിയ 50 കിട്ടണ്ടേ. അപ്പോൾ ഇതിൻ്റെ നീളം ഞാൻ x എടുത്തു എങ്കിൽ വീതി എന്തായിരിക്കും? ഇത് രണ്ടും കൂട്ടി 50 കിട്ടണ്ടേ. അപ്പോൾ വീതി എന്തായിരിക്കും? 50 - x. ഇത് രണ്ടും കൂട്ടി 50 കിട്ടുമോ? കിട്ടും. കാരണം എക്സും -x കൂട്ടിയാൽ 0 ആവും, പിന്നെ 50 ഉണ്ടാവുള്ളൂ. ഇത് രണ്ടും കൂട്ടി 50 കിട്ടുക. ഇത് രണ്ടും കൂട്ടിയാൽ 50 കിട്ടുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഏരിയ പരപ്പളവ് തന്നിട്ടുണ്ട് 60. ഇത് ഏരിയ ആണ്. ഏരിയ 60. ഏരിയ എങ്ങനെ കാണുള്ളത്? ഒരു ചതുരത്തിൻ്റെ ഏരിയ എങ്ങനെ കാണും? നീളവും വീതിയും ഗുണിച്ചാൽ മതി. അതായത് ഇത് രണ്ടും ഗുണിക്കുക. ഏത്? x × 50 - x. അങ്ങനെ ഗുണിച്ച് കഴിഞ്ഞാൽ ഏരിയ പരപ്പളവ് നമുക്ക് കിട്ടും. അത് തന്നിട്ടുണ്ട് 60 സമം 60. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എക്സും 50 ഗുണിച്ചാൽ 50x മൈനസ് ഈ എക്സും ഈ എക്സും ഗുണിക്കുമ്പോൾ x² ആകുമ്പോൾ ഒരു മൈനസ് ഉണ്ട്. അപ്പം -x² സമം 60. ഇനി നമുക്ക് ഈ -x² ആദ്യം എഴുതാം, പിന്നെ ഈ 50x എഴുതി സമം 60. ഇനി ഈ ആദ്യത്തിൽ നെഗറ്റീവ് വരുമ്പോൾ ഒരു സുഖമല്ല, പ്രശ്നമൊന്നുമില്ല, പക്ഷേ അത് മാറ്റിയത് നല്ലതാണ്. ഈ -x² ആദ്യം x² ആക്കുക. ഈ 50x -50x ആക്കുക. അപ്പോൾ ഇത് -60 എന്താ ചെയ്തത്? ഇപ്പം മൈനസ് ഉള്ളതൊക്കെ പ്ലസ് ആക്കി, പ്ലസ് ഉള്ളതൊക്കെ മൈനസും ആക്കി കേട്ടോ. ഓക്കെ, ഈ നമുക്ക് ഇത് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ വർഗം തികക്കൽ മെത്തേഡ്, വർഗം പൂർത്തിയാക്കൽ മെത്തേഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് x² - 50x കഴിഞ്ഞ ഒരു സംഖ്യ ചേർക്കണം. അതേപോലെ -60 കഴിഞ്ഞിട്ടും ഒരു സംഖ്യ ചേർക്കണം. ഏതാ സംഖ്യ? 50ൻ്റെ പകുതി 25, 25ൻ്റെ സ്ക്വയർ 625. അപ്പോൾ 625 ഇവിടെ ചേർക്കേണ്ടത്. ഇവിടെയും നമ്മൾ 625 ചേർക്കുക. ഓക്കെ, ദെൻ അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഹോൾ സ്ക്വയർ ആക്കിയിട്ട് എഴുതാൻ പറ്റും. x² ആയതുകൊണ്ട് x, ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ട് മൈനസ്, പിന്നെ ഇവിടെ എത്ര എഴുതുക? ഈ 50ൻ്റെ പകുതിയായ 25 ഇവിടെ എഴുതുക. സമം 625 നിന്ന് 60 കുറക്കുക. അങ്ങനെയല്ലേ? 625 60 കുറക്കുക. കുറച്ച് നോക്കാം നമുക്ക്. 625 കുറക്കണം 60. ഇവിടെ 5 ശരിയല്ലേ? ഇവിടെ 12 വരും. 12 6 വെച്ചാൽ 6. പിന്നെ 565 ശരിയല്ലേ? 625 625 നിന്ന് 60 കുറക്കുക. എത്ര കിട്ടുക? 5. 12 6 കുറച്ചാൽ 6, പിന്നെ 565 എന്ന് കിട്ടും. 625 60 കുറക്കേണ്ടത് നമ്മൾ. ഓക്കെ, അപ്പോൾ പരപ്പളവ് ഇവിടെ ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. പരപ്പളവ് 600 അല്ലേ? പരപ്പളവ് 600 കേട്ടോ. അപ്പോൾ ഇവിടെ 600, ഇവിടെ 600, അപ്പോൾ ഇവിടെ 600, 600, 600, അപ്പോൾ ഇവിടെ 600 എന്ന് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുമ്പം 625 കുറക്കേണ്ടത് 60 അല്ല 600. അപ്പോൾ നമുക്ക് 25 എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ 25 എന്ന് കിട്ടി.
അപ്പോൾ എക്സ് മൈനസ് 25ൻ്റെ ഹോൾ സ്ക്വയർ ആണ് 25. അപ്പോൾ എക്സ് മൈനസ് 25 എന്തായിരിക്കും? ഇതിൻ്റെ റൂട്ട് എടുത്താൽ മതി. റൂട്ട് ഓഫ് 25 എത്രയാ? 5. അപ്പോൾ എക്സ് മൈനസ് 25 സമം 5. അപ്പോൾ എക്സ് എത്രയാ? 5. ഈ മൈനസ് 25 ഇങ്ങോട്ട് വരുമ്പം പ്ലസ് 25 സമം 30. ഓക്കെ, അപ്പോൾ എക്സ് ആണ് 30 കിട്ടി. അതായത് നീളം 30 മീറ്റർ ആണ്. മീറ്ററിലായതുകൊണ്ടാണ് മീറ്റർ എന്ന് പറയുന്നത്. ഇനി വീതി എങ്ങനെ കിട്ടും? 50 എക്സ് കുറച്ചാൽ മതി. 50 മൈനസ് എക്സ് ഏതാ? 50 മൈനസ് എക്സ് പറയുന്നത് 30 അല്ലേ? 30 ആകുമ്പോൾ 20 മീറ്റർ. ഓക്കെ, അപ്പോൾ ഈ ചതുരത്തിൻ്റെ നീളവും വീതിയും നമുക്ക് കിട്ടി. വീതി അറിയണത് 20 സെൻറ്റിമീറ്റർ ആണ്. നീളം പറയണത് 30 മീറ്റർ. 2 മീറ്റർ ആണ്, സെൻറ്റിമീറ്റർ അല്ല. 30 മീറ്റർ. ഇനി അടുത്ത ചോദ്യം. The ones place of a 2-digit number is 4. The product of the number and digit sum is 238. Question A. If 10's place digit is taken as x, write the number. Question B. Frame a second degree equation and find the number. അതാണ് ചോദ്യം. ഒരു രണ്ടക്ക സംഖ്യയുടെ 1ൻ്റെ സ്ഥാനത്തെ അക്കം 4 ആണ്. ഓക്കെ, ഇപ്പോൾ ഒരു രണ്ടക്ക സംഖ്യ അതിൻ്റെ 1ൻ്റെ സ്ഥാനത്തെ അക്കം 4 ആണ്. 5ാമത്തെ ചോദ്യമാണിത്. ഓക്കെ, 4 ആണ്. ഒരു രണ്ടക്ക സംഖ്യയാണ്, അതിൻ്റെ 1ൻ്റെ സ്ഥാനത്തെ അക്കം 4 ആണ്. ഈ സംഖ്യയുടെയും അതിൻ്റെ അക്കസംഖ്യയുടെയും ഗുണനഫലം 238 ആണ്. ഓക്കെ, ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സംഖ്യയുടെ 10ൻ്റെ സ്ഥാനത്ത് അക്കം എക്സ് ആയാൽ സംഖ്യ ഏതെന്നാണ്. ഈ 10ൻ്റെ സ്ഥാനത്ത് അക്കം എക്സ് ആണെങ്കിൽ ഇത് 4 നമുക്കറിയാം. ഇത് എക്സ് ആണെങ്കിൽ സംഖ്യ ഏതെന്നാണ്. സംഖ്യ എന്തെന്നാണ്? നമ്മൾ സംഖ്യ ഏത് വെച്ച് ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഇതാണ് സംഖ്യ. ഓക്കെ, ഇങ്ങനെ ഒരു സംഖ്യ നമ്മൾ എഴുതാറില്ല. പക്ഷേ ഇപ്പോൾ ഇത് 54 ആണെങ്കിൽ ഈ 54 ഇങ്ങനെ എഴുതാം. 5 × 10 + 4. 5 × 10 50 അല്ല. 50ഉം 4ഉം 54. കാരണം ഈ 5 10ൻ്റെ സ്ഥാനത്താണ്. എന്നിട്ട് ഈ 4 കൂട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് പിന്നെ 10ൻ്റെ സ്ഥാനത്ത് എക്സ് ആയതുകൊണ്ട് ആ എക്സിനെയാണ് നമ്മൾ 10 കൊണ്ട് ഗുണിക്കുക. എന്നിട്ടോ +4. ഓക്കെ, 54നെ 5 × 10 എന്ന് എഴുതിയ പോലെ ഇതിനെ എക്സ് × 10 + 4 എന്ന് എഴുതാം. ഓക്കെ, അതായത് 10x + 4 ഇതാണ് നമ്മളെ സംഖ്യ എന്ന് പറയുന്നത്. എക്സിൻ്റെ വില കിട്ടിയ സംഖ്യ കിട്ടും നമുക്ക്. 10x + 4 എന്ന് എഴുതാം. ഇനി ബി ചോദ്യം. രണ്ടാം കൃതി സമവാക്യം രൂപീകരിച്ച് സംഖ്യ കാണുന്നതാണ്. അപ്പോൾ ഈ സംഖ്യ കാണണമെങ്കിൽ എക്സ് കിട്ടണം നമുക്ക്. എക്സ് കിട്ടിയ സംഖ്യയായി. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ കാര്യം ക്വസ്റ്റ്യനിൽ പറയും, ഈ സംഖ്യയുടെയും ഏത് സംഖ്യ? ഈ സംഖ്യ, അതായത് 10x + 4. ഈ സംഖ്യയുടെയും പിന്നെ ഈ സംഖ്യയുടെ അതിൻ്റെ അക്കത്തുകയുടെയും ഏതാ അക്കങ്ങൾ? എക്സും 4ഉം. അതിൻ്റെ അക്കത്തുക പറയുന്നത് എക്സും 4ഉം കൂട്ടിയത് x + 4. ഇതാണ് അക്കങ്ങളുടെ തുക. ഈ സംഖ്യയും അതിൻ്റെ അക്കങ്ങളുടെ തുകയും അതിൻ്റെ രണ്ടിൻ്റെയും ഗുണനഫലം അതായത് പ്രൊഡക്റ്റ് എത്രയാ? 238 ആണ്. 238. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എക്സ് ആണ്. അപ്പോൾ 10x + 4 എന്ന് എഴുതാം. അപ്പോൾ ആ സംഖ്യ 10x + 4 ആണ്. ഓക്കെ, എന്തിനാ ഇങ്ങനെ മാറ്റിയത്?
നമുക്കിവിടെ x4 എന്ന് എഴുതാൻ പറ്റൂല, അതുകൊണ്ടാണ് x4 എന്ന് എഴുതിയാൽ അതിന് മീനിങ് ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ് അത് എഴുതാത്തത്. ഇതാണ് ആ സംഖ്യ, യഥാർത്ഥ സംഖ്യ ഇതാണ്. ഇവിടെ x കിട്ടിയാൽ മതി. ഇനി അതിൻ്റെ അക്കങ്ങളുടെ തുക ഡിജിറ്റ് സം ഓഫ് ദി ഡിജിറ്റ് അറിയണം, ഇതാണ്. അത് രണ്ടിൻ്റെയും ഗുണനഫലം 238 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രാക്കറ്റ് ഒഴിവാക്കാം. 10x × x 10x², പിന്നെ 10x × 4 എത്ര വരിക 40x, 10 × 4 40x. അപ്പോൾ ഈ 10x കൊണ്ട് ഇതിന് രണ്ടിനെയും ഗുണിച്ചു. ഇനിയോ ഈ 4ഉം എക്സും ഗുണിക്കണം, 4ഉം 4ഉം ഗുണിക്കണം. 4 × x 4x പ്ലസ് 4 × 4 60 ഈക്വൽ ടു 238. ഇനി ഇവിടെ ഇനിയിപ്പോൾ 10x² x² വരുന്ന അതന്നെ ഉള്ളൂ ആദ്യത്തത്. പിന്നെ 40xഉം 4x ഉണ്ട്, 44x ആയി. ഇത് രണ്ടും 44 44x. പിന്നെ ഈ 16 ഉണ്ട്, 238 ഉണ്ട്, പ്ലസ് 16 ഇത് ഇങ്ങോട്ട് വരട്ടെ. അപ്പോൾ 238 0. ഇവിടെ സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ x² കൂടെ ഒന്നും ഉണ്ടാവലില്ല, ഇവിടെ സംഖ്യ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വർഗം പൂർത്തിയാക്കൽ മെത്തേഡിൽ ചെയ്യുന്ന ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ക്വാഡ്രാറ്റിക് ഫോർമുല, അതായത് -b ± എന്ന ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യണത്. അപ്പോൾ 10x² പ്ലസ് 44x 238 എത്ര കുറക്കണ്ടേ 16 കുറക്കണം. എത്ര കിട്ടുക 2 222 -222 0. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ആൻസർ കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഒന്നും കൂടി ചെറുതാക്കാം. നമുക്ക് ഇതിനെല്ലാത്തിൻ്റെ പകുതി കാണാമല്ലോ. 10x² പകുതി 5x², 44x പകുതി 22x, ഇതിൻ്റെത് 111 0. ഓക്കെ, അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? ആ -b ± എന്ന കാര്യം ഉപയോഗിച്ചിട്ട് നമ്മളിത് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ സംഖ്യ x4 ആണ്. അപ്പോൾ x ആണ് കിട്ടേണ്ടത്. x കിട്ടിയാൽ നമുക്ക് അതിൻ്റെ ആൻസർ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടിയത് 5x² + 22x - 111 0. ഇവിടെ a എന്ന് പറയുന്നത് 5 ആണ്. x² കൂടെ ഉള്ളതാണ് നമ്മൾ a എന്ന് പറയാം. b അറിയണത് 22, c അറിയണത് -111. ഇത് b, ഇത് c. ഇനി നമുക്ക് x എങ്ങനെ കാണുന്നത്? -b ± √b² - 4ac / 2a. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു -b എന്നുള്ളത് b എത്രയാ 22 ± √b² പറയുമ്പോൾ 22² -4 × a അറിയുമ്പോൾ 5, c അറിയുമ്പം -111 /2 × a അറിയണത് 5 സമം -22 ± √22ൻ്റെ സ്ക്വയർ കാണണം. 22 ഗുണിച്ചാൽ മതി. 4 4 4 4 എത്ര കിട്ടുക 484 മൈനസ് ഇത് രണ്ടും ഗുണിക്കണം. ഇത് രണ്ടും ഗുണിക്കുമ്പോൾ ഇത് 20 ആണ്. ഗുണിച്ചാൽ 20 ഇതിന് ഗുണിച്ച് കഴിഞ്ഞാൽ എത്ര വരിക? ഇതാണ് വരിക. ഓക്കെ, ഈ 2 മൈനസ് ഇവിടെ വരുന്നതുകൊണ്ട് പ്ലസ് വരും. ശരിയല്ലേ? 111 × 2 282 0/10. ഓക്കെ, ദെൻ സമം -22 ± ഇത് രണ്ടും കൂട്ടുക. അപ്പോൾ എത്ര കിട്ടുക? 2220 484 കൂട്ടണം. 4 10 * 1 6 7 2704
ബൈ 10. അപ്പം -22 ± റൂട്ട് ഓഫ്, ഇനി ഇതിൻ്റെ റൂട്ട് കാണണം. അപ്പം 30ൻ്റെ സ്ക്വയർ 900 ആണ്. 50ൻ്റെ സ്ക്വയർ 2500 ആണ്. 60ൻ്റെ സ്ക്വയറോ 3600. ഓക്കെ, 2500 പറയുമ്പോൾ ഇത് ഇല്ല, 3600 കൂടുതലായി. അപ്പോൾ അതിൻ്റെ മീനിങ് 50ൻ്റെ 60ൻ്റെ ഇടക്കാണ് ഇതിൻ്റെ റൂട്ട് എന്നുള്ളതാണ്. 4 വരുന്നുണ്ട്, 4 വരണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ 52 ആയിരിക്കണം, അല്ലെങ്കിൽ 58 ആയിരിക്കണം. നമുക്ക് 52 ഒന്ന് ഗുണിച്ച് നോക്കാം. ഓക്കെ, 104 25 10 ഇഷ്ടം 1 5 25 26 4 0 7 ശരിയാണ്. അപ്പം 52 ആണ് ഇവിടെ റൂട്ട് എന്ന് പറയുന്നത്. 52 ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റൂട്ട് 52 ആണ് ബൈ 10 സമം -22 പ്ലസ് 52 ബൈ 10. ആ മൈനസ് ഇവിടെ മൈനസ് തന്നെ എടുക്കണ്ട, കാരണം എക്സ് അറിയണ ഒരു സംഖ്യയാണ്. ഓക്കെ, അപ്പോൾ ഒരു സംഖ്യയാണ്, അപ്പോൾ അത് എടുക്കണ്ട. അപ്പോൾ പ്ലസ് 52 എടുത്ത് 52 22 കുറച്ചാൽ 30 അല്ലേ. 30 ബൈ 10 സമം 3. അതുകൊണ്ട് എക്സിൻ്റെ വില 3 ആണ്. ഇവിടെ നെഗറ്റീവ് എടുത്ത് നെഗറ്റീവ് സംഖ്യ നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ സംഖ്യ ഇതായിരുന്നു, സംഖ്യ എക്സ് 4 എന്നായിരുന്നു. 10ൻ്റെ സ്ഥാനത്ത് അപ്പോൾ 3 കിട്ടിയത്, എക്സ് 3 കിട്ടിയ, അപ്പോൾ 34 നമ്മളെ സംഖ്യ എന്ന് പറയുന്നത്. 34. ഓക്കെ, അപ്പോൾ ഇതിവിടെ തന്നിരുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ ചെക്ക് ചെയ്യുക. ഓക്കെ, ഈ സംഖ്യയും പിന്നെ അതിൻ്റെ അക്കങ്ങളുടെ തുകയും ഗുണിച്ചാൽ 238 കിട്ടുന്ന പറഞ്ഞത്. ഈ സംഖ്യ 34 ആണ്. 34 ഇതിൻ്റെ അക്കങ്ങളുടെ തുക 7 അല്ലേ. ഇത് 2 7ഉം ഇതും ഗുണിക്കുക, 28 2 3001 23 ശരിയല്ലേ, 238 കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ആൻസർ. സംഖ്യ എത്രയാ? 34 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ PDF-ലെ ആദ്യത്തെ 5 ചോദ്യമാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.